ഇതോടെ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറീസ് ചിലതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പോവാം. ലൈക്ക് ഞാൻ പറയാം, എൻ്റെ ജിം സ്റ്റോറിയാണ് ഞാൻ പറയാം. അതിനകത്ത് ഞാൻ നേരത്തെ വേറൊരു ജിമ്മിലായിരുന്നു വർക്കൗട്ട് ചെയ്ത് നോക്കുക. 3 വർഷത്തിന് അവിടെ തന്നെ അവിടെ ഇമോഷണലി കണക്റ്റഡ് ആയിരുന്നു എല്ലാവരുമായിട്ട്. അതേസമയത്ത് പെട്ടെന്നൊരു സിറ്റുവേഷൻ കാരണം ഞാൻ സ്വിഗ്ഗി സൊമാറ്റോ ഓടാൻ തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് കറക്റ്റ് ടൈമിങ്ങിൽ അവിടെ എത്താൻ പറ്റത്തില്ല. കാര്യം ഉച്ചയ്ക്ക് അവിടെ ക്ലോസ്ഡാണ്. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ടൈമിൽ നോക്കി എനിക്ക് വേറെ അടുത്ത് കയറണമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ മാറിയതിന് ശേഷം ലൈക്ക് ഇമോഷണലി കണക്ഷൻ കാരണം എനിക്ക് അവിടെ പ്രത്യേകിച്ച് നേട്ടങ്ങളോ കാര്യമൊന്നുമില്ല, പക്ഷേ ഇമോഷണലി ഒരു ഹാപ്പിനെസ്സും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാനവിടെ നിന്ന് വേറെ ജിമ്മിലോട്ട് മാറി. ഇറ്റ് വാസ് ഗുഡ്. ആ ജിമ്മ് നൈസായിരുന്നു, ഫുള്ള് സെറ്റും കാര്യമൊക്കെയാണ്. പക്ഷേ എനിക്ക് ആദ്യം ആ ഫസ്റ്റ് ഒരു മന്ത് ലൈക്ക് ലോൺലി ഫീൽ. പിന്നെ ഞാൻ വന്ന് എല്ലാവരുമായിട്ട് മിങ്കിളായി തുടങ്ങിയതിന് ശേഷം ലൈഫ് ചേഞ്ച് ചെയ്ത് തുടങ്ങി. പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ കാണാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്റ്റോറിക്കകത്ത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ഒരിടത്ത് തന്നെ സ്റ്റക്കായിട്ട് നിൽക്കരുത്. നമുക്ക് എത്ര ഇമോഷണൽ കണക്ഷൻ ഉണ്ടായാലും അവിടെ നമുക്ക് ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മൂവ് ഓൺ ചെയ്ത് അടുത്ത പ്ലേസിലോട്ട് പോയി പുതിയ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിനധികം ഓപ്പർച്യൂണിറ്റീസ് കാണും. നമ്മൾ ഒരിക്കലും അത് മിസ് ഔട്ട് ചെയ്യും.